ഫസ്റ്റ് ലെക്ചറാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ്. അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അത് ആദ്യം മനസ്സിലാക്കുന്നത് അതൊരു യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. അതിന് പ്രത്യേകിച്ച് യൂണിറ്റ്ലെസ് ഉണ്ട്. നമുക്കറിയാം റിലേറ്റീവ് ഡെൻസിറ്റി അല്ലേ, പിന്നെന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതൊക്കെ റിലേറ്റീവ് ആയിട്ടുള്ള ടേംസ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് യൂണിറ്റ്ലെസ് ആണ്. ഓക്കെ, റിലേറ്റീവ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. അപ്പം ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുന്ന അപ്പോൾ ഒരുത്തൻ്റെ മാസ് മറ്റൊരുത്തനായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരർത്ഥം നമുക്ക് ഇവിടെ ഈ ഒരു വേർഡ് തന്നെ മനസ്സിലാവും. അങ്ങനെ ആ സമയത്ത് ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് അത് സയൻറ്റിസ്റ്റുമാർ തന്നെ തീരുമാനിച്ച പ്രീ ഡിറ്റർമൈൻഡ് സാധനമാണ്. കാർബൺ 12ൻ്റെ മാസുമായിട്ടാണ് ബാക്കിയുള്ള എലമെൻസിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആറ്റംസിൻ്റെ മാസ് റിലേറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ക്ലാസിക്കൽ ഡെഫിനിഷൻ റിലേറ്റീവ് അറ്റോമിക് മാസിൻ്റെ ക്ലാസിക്കൽ ഡെഫിനിഷൻ, എന്നിട്ട് ആ ക്ലാസിക്കൽ ഡെഫിനിഷൻ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് ഡെഫിനിഷനാണ് വേണ്ടത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ആറ്റം, ഒരു സബ്സ്റ്റൻസിൻ്റെ ആറ്റംസ് ഉണ്ടല്ലോ, ആ ആറ്റംസിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിലുള്ള ഒരു ആറ്റത്തിൻ്റെ മാസ്, ഓക്കെ, ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം എന്നുള്ളതാണ് നമ്മുടെ റിലേറ്റീവ് അറ്റോമിക് മാസിൻ്റെ ക്ലാസിക്കൽ ഡെഫിനിഷൻ. അപ്പം ഒരു സബ്സ്റ്റൻസ് അല്ലെ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ആറ്റംസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. പക്ഷേ ഇലക്ട്രോൺസിൻ്റെ വാല്യൂ ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോണിനെ സംബന്ധിച്ച് അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോണിനെ സംബന്ധിച്ച് വളരെ ചെറിയ മാസാണ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺസിൻ്റെ മാസ് നെഗ്ലക്റ്റ് ചെയ്യും വെൻ കൺസിഡറിങ് ദ മാസ് ഓഫ് ദി കംപ്ലീറ്റ് ആറ്റം. അപ്പോൾ നമുക്ക് ആറ്റമിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് സിമിലർ ആയതുകൊണ്ട് നമ്മൾ അവർ രണ്ടാളെയും മാസ് ഒന്നായിട്ട് തന്നെ കണക്കാക്കും. എന്നിട്ട് അതിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കും പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയോൺസും വിളിക്കും അല്ല. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ന്യൂക്ലിയോൺസിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ മാസ് ഓഫ് വൺ ആറ്റം ഓഫ് ദി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ന്യൂക്ലിയോൺസിൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, അതിൻ്റെ അകത്ത് കുറേ ന്യൂക്ലിയോൺസ് ഉണ്ടാവും, അത് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ഇറ്റ് ഇൻറ്റു മാസ് ഓഫ് വൺ ന്യൂക്ലിയോൺ എഴുതിക്കൂടെ, മാസ് ഓഫ് വൺ ന്യൂക്ലിയോൺ എന്ന് എഴുതാം. ഓക്കെ, ഡിവൈഡ് ബൈ, അതാണ് ഇവിടെ എഴുതിയത്, മാസ് ഓഫ് ടോട്ടൽ ന്യൂക്ലിയോൺസ് പ്രസന്റ് ഇൻ ദാറ്റ് ആറ്റം. അത് നമുക്ക് അറിയൂടെ ഇൻറ്റു നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് പ്രസന്റ് ഇൻറ്റു മാസ് ഓഫ് വൺ ന്യൂക്ലിയോൺ എന്ന് എഴുതാം, മാസ് ഓഫ് വൺ ആറ്റം എന്ന് എഴുതാം. അതിന് പകരമായിട്ട് നമുക്ക് എഴുതാം. ഡിനോമിനേറ്റർ എന്ത് എഴുതാൻ പറ്റും? ഡിനോമിനേറ്റർ ഓൾറെഡി 1/12 ഉണ്ട്. പിന്നെ കാർബൺ 12ൽ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? ഡെഫിനറ്റ് 12 ഉണ്ട്. ഓക്കെ, 12 ഇൻറ്റു ഒരു ന്യൂക്ലിയോണിൻ്റെ മാസ് എത്രയാണ് അല്ലേ. കാർബൺ 12ൽ 12 ന്യൂക്ലിയോൺസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 12 എഴുതി. 12 ഇൻറ്റു ഒരു ന്യൂക്ലിയോൻ്റെ മാസ്, അത് നമുക്ക് വീണ്ടും മാസ് ഓഫ് വൺ ന്യൂക്ലിയോൺ തന്നെ എടുത്ത് എഴുതാന്നേ. അപ്പോൾ മാസ് ഓഫ് വൺ ന്യൂക്ലിയോൺ തന്നെ വീണ്ടും എഴുതി. ഇനി നമ്മൾ എടുത്ത ആറ്റത്തിൻ്റെ ന്യൂക്ലിയോൺസ് ആയാലും കാർബൺ 12ലെ ന്യൂക്ലിയോൺസ് ആയാലും അത് രണ്ടും സെയിം തന്നെയാണ്, അതുകൊണ്ട് അതിൻ്റെ സെയിം മാസ് തന്നെയാണ്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും. പിന്നെ 1/12 12 ക്യാൻസൽ ആയിപ്പോവും. പിന്നെ ബാക്കി വരുന്ന സാധനമാണ് ടോട്ടൽ ന്യൂക്ലിയോൺസ് എന്ന് വെച്ചാൽ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ അത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു തിയറി നമ്മൾ പഠിച്ചു അല്ലേ. അത് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി യൂണിറ്റ്ലെസ് ആണ്. പക്ഷേ അതെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ക്ലാസിക്കൽ ഡെഫിനിഷൻ അങ്ങനെ വന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് കാർബൺ 12 എടുത്തു എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റുമാരുടെ തീരുമാനമാണ്, അവർ അങ്ങ് എടുത്തതാണ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക് ഇനി. ഫൈൻഡ് ഔട്ട് ദി റിലേറ്റീവ് അറ്റോമിക് മാസസ്. ഹൈഡ്രജൻ ആണെങ്കിലും ഹൈഡ്രജൻ ഒരു പ്രോട്ടോണേ ഉള്ളൂ. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ന്യൂക്ലിയോൺസിൻ്റെയും രണ്ടിൻ്റെയും സമ്മേഷനാണ്. ഇവിടെ ഹൈഡ്രജന് ഒരു പ്രോട്ടോണേ ഉള്ളൂ. ഇപ്പോൾ 1, ഹീലിയത്തിന് 2 പ്രോട്ടോൺ 2 ന്യൂട്രോൺ 4. ഇതേതാണ്? ഇത് കാർബൺ 6 6 12, നൈട്രജൻ 7 7 14 8 8 16, സോഡിയം 11 പ്രോട്ടോണിൻ്റെ 12 ന്യൂട്രോണിൻ്റെ ടോട്ടൽ ന്യൂക്ലിയോൺസ് 23. ഓക്കെ, ഇതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ശരി, ഇനി 1 AMU അല്ലെങ്കിൽ 1 DA അല്ലെങ്കിൽ 1 U. AMU എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് യൂണിറ്റ്. അതെന്തോ സാധനം അല്ലേ. അപ്പോൾ അതൊരു മാസ് യൂണിറ്റാന്ന് മനസ്സിലായി. ശരി, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ 1/12 മാസ് ഓഫ് C12 ആറ്റം ആണ് പോലും. അത് ശരി, അപ്പോൾ 1/12 ആണല്ലോ. ശരി, ഇനി കാർബൺ 12 എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? 12 ഉണ്ട്. ഇനി 12 ഇൻറ്റു മാസ് ഓഫ് കാർബൺ 12 ആറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര ന്യൂക്ലിയോൺസ് ഇൻറ്റു ഒരു ന്യൂക്ലിയോൻ്റെ മാസ് അല്ലേ. എന്ന് വെച്ചാൽ 12 ഇൻറ്റു ഒരു ന്യൂക്ലിയോൻ്റെ മാസ്, അത് അറിഞ്ഞൂടാ. മാസ് ഓഫ് ദാറ്റ് വൺ ന്യൂക്ലിയോൺ 1/12. അപ്പോൾ നമുക്ക് മനസ്സിലായി 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു ന്യൂക്ലിയോൻ്റെ മാസ് തന്നെയാണ് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുക. 1 AMU എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോൻ്റെ മാസ് തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻഫോർമേഷൻ. മാസ് ഓഫ് 1 ന്യൂക്ലിയോൺ തന്നെയാണ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഇനി ശരി, ഇനി അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. ഇത് വേണമെങ്കിൽ കിലോഗ്രാമിലേക്ക് മാറ്റാം. ഇത് തന്നെയാണ് ന്യൂക്ലിയോണിൻ്റെ മാസ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും മാസ്. രണ്ട് കൂടിയിട്ടുള്ളതല്ല, ഒരു ന്യൂക്ലിയൻ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രോണിൻ്റെ മാസ് ഇതാണ്. ഇനി അടുത്തതാണ് അറ്റോമിക് മാസ് എന്ന് തന്നെ പറയുന്ന സാധനം.
അല്ലേ അറ്റോമിക് മാസ്, ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂളുടെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു മോളിക്യൂൾ ഉണ്ട്, ഏതെങ്കിലും ഒരു മോളിക്യൂൾ കാർബൺ, ശരി, കാർബണിൻ്റെ മാസം ഒരു ആറ്റം കാർബൺ, ഒരു കാർബൺ ആറ്റം ഉണ്ടെന്ന് വിചാരിച്ചോ. അതിൻ്റെ മാസം എത്ര എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ പറയും അതിൻ്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എത്രയാണെന്ന് ചിന്തിക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് 12 ഉണ്ട്. ഓക്കെ, ഇൻറ്റു ഓരോ ന്യൂക്ലിയോൺസിൻ്റെയും മാസ് എത്രയാണ്? ഓരോ ന്യൂക്ലിയോൺസിൻ്റെ മാസമാണ് നമ്മൾ പറഞ്ഞത് 1 AMU ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ 12 എന്ന് പറയുന്ന സാധനം എന്താണ്? 12 എന്ന് പറയുന്ന സാധനം ആക്ച്വലി റിലേറ്റീവ് അറ്റോമിക് മാസ് തന്നെയല്ലേ? വേറെ എന്തെങ്കിലും ആണോ? അല്ല, റിലേറ്റീവ് അറ്റോമിക് മാസ് തന്നെയാണ്. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആറ്റം ഈസ് ആക്ച്വലി റിലേറ്റീവ് അറ്റോമിക് മാസ് ഇൻറ്റു 1 AMU ആണ് എന്ന് പറയാൻ പറ്റും. ഇത് ബേസിക്സ് ആണ് കേട്ടോ. ഇതിനെ പറ്റി നമ്മൾ ബേസിക്സിനെ പഠിക്കുന്നതാണ് സംഭവം. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു പ്രോട്ടോണേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ ഒരു ന്യൂക്ലിയോൻ്റെ 1 AMU എന്ന് വെച്ചാൽ 1.6 × 10⁻²4. കാർബൺ ആണെങ്കിലോ 12 ഇൻറ്റു U, 12U എന്ന് പറയാൻ പറ്റും. ഓക്സിജൻ 16U, നൈട്രജൻ 23U, 40U. U എന്ന് പറഞ്ഞാൽ 1.6 × 10⁻²4. അത് ഗ്രാമിലേക്ക് മാറ്റണം. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ട്. H2O എത്ര ഉണ്ട്? ഇതിൽ രണ്ട് പ്രോട്ടോൺസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ 2 പ്ലസ് ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 16 ഉണ്ട്. അപ്പം 18 ന്യൂക്ലിയോൺസ് ഉണ്ട്. എന്നിട്ട് ഓരോ ന്യൂക്ലിയോൺസിൻ്റെയും മാസം എത്ര? അതാണ് U. അപ്പം 18U ഇവിടെ കൊടുത്തിട്ടുണ്ട്. CaCO3 100U, ഇത് 98U. ഓക്കെ, ഇനി ഇത് വെച്ചാൽ നമ്മളെ ഈ ഒരു ലെക്ചറിനെ അല്ലെങ്കിൽ ബാക്കി ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് നമുക്ക് ഡിഫറൻസ് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 350 gram ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. എത്രയാണ്? 350 grams ഉണ്ട്. അതിൻ്റെ അകത്തേക്കുള്ള എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ട് മോൾ കോൺസെപ്റ്റിനെ പറ്റിയൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ സാധാരണ പിള്ളേർ എന്ത് ചെയ്യുന്ന അറിയാം, ഈ മോൾ കോൺസെപ്റ്റ് വെച്ചിട്ട് എത്ര മോൾസ് ഉണ്ട് കാണിക്കും. ഗിവൺ മാസ് ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ചെയ്യും. എന്നിട്ട് മോൾസ് കണ്ടെത്തും. മോൾസ് കണ്ടെത്തിയിട്ട് അതെന്ത് ചെയ്യും? അവഗാഡ്രോ നമ്പറായിട്ട് മൾട്ടിപ്ലൈ, അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? അറ്റോമിസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ, അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. അങ്ങനെയാണ് ചെയ്യാൻ ആൾക്കാർ. അതാണ് സാർ ഇപ്പോൾ ചെയ്തിട്ടുള്ള മെത്തേഡ്. ഈ മെത്തേഡ് തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമ്മൾ ഇത്ര നേരം മോൾസിനെ പറ്റിയൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ സാർ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ നമ്മളെ കയ്യിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ആ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എങ്ങനെയാണെന്ന് ചിന്തിക്കാം. അപ്പോൾ പോട്ടെ, കാൽഷ്യം കാർബണേറ്റ് ചിന്തിക്കാം. ഒരു കാൽഷ്യം കാർബണേറ്റ്, ഒരു മോളിക്യൂൾ കാൽഷ്യം കാർബണേറ്റ് മാസ് നമുക്ക് അറിയാം. കാരണം വെച്ചാൽ അതിനെത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എത്രയാണ് അല്ലേ? ഒരു മോളിക്യൂൾ അതിൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എത്ര? 100 ശരി, ഇനി 100 ഇൻറ്റു ഒരു ന്യൂക്ലിയോയുടെ മാസ്, അതാണ് നമ്മൾ 1.6 × 10⁻24 grams. അപ്പോൾ ഒരു മോളിക്യൂൾ കാൽഷ്യം കാർബണേറ്റ് ഇതാണ്, ഇത്രയാണ് മാസ്. നമ്മളോട് എത്ര ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എടുത്തിട്ടുള്ളത്? 350 grams ആണ്. ഓക്കെ, അപ്പോൾ 350 grams-നാണെങ്കിൽ എത്ര മോളിക്യൂൾ? നമ്മുടെ യൂണിറ്ററി മെത്തേഡ് അല്ലേ? അപ്പോൾ 350 ഇതയുടെ ക്രോസ് മൾട്ടിപ്ലൈ എന്നിട്ട് ഡിവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ 350 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻24 grams എന്ന് എഴുതാൻ പറ്റും. ഇത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് ഈ 350 gram കാൽഷ്യം കാർബണേറ്റിൽ. ഇനി നമ്മളോട് കണ്ടെത്താവുന്ന മോളിക്യൂൾസ് അല്ല, ആറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഒരു മോളിക്യൂൾ കാൽഷ്യം കാർബണേറ്റിൽ എത്ര ഉണ്ട്? 1 2 3 5 ആറ്റംസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? അങ്ങനെയാകുമ്പോൾ ഇത്രയും മോളിക്യൂൾസിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? ഇൻറ്റു നമ്മൾ 5 ചെയ്യണം. അപ്പോൾ ഇതാണ് ആക്ച്വൽ നമ്മുടെ ഉത്തരം, നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. ഇനി നമുക്കൊരു കാര്യം നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ കാൽക്കുലേറ്റീവിൽ അറിയണം. 1 ഡിവൈഡ് ബൈ 1.6 × 10⁻24 എന്ന് പറഞ്ഞാൽ അത് അവഗാഡ്രോ നമ്പറാണ്. 6.022 ഇൻറ്റു 10⁻23 എന്ന കാര്യം നമ്മൾ ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണം. കാൽക്കുലേറ്റർ അടിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമുക്കിവിടെ NAയിലേക്ക് പോകും. എന്നിട്ട് ബാക്കി ഇത് 5 5 20 ആവും. ഇത് കട്ടാവും, ഇത് അങ്ങനെ കട്ടായിട്ട് നമുക്ക് ഉത്തരം കിട്ടും, സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ ഇത് യൂണിറ്ററി മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ. ഇനി നിങ്ങൾക്കൊരു കുറച്ചുകൂടി യൂണിറ്ററി മെത്തേഡ് ഒന്നും തലയിൽ കയറുന്നില്ല എന്ന് വിചാരിച്ചോ. പക്ഷേ ഇതാണ് യൂണിറ്ററി മെത്തേഡ്. അനക്കൊന്നും ക്ലിക്ക് നിങ്ങൾ ചെന്ന് ചോക്ക്. ഒരു 20 കിലോ ബോക്സ്, ഓക്കെ, ഒരു 20 കിലോ ബോക്സ് ഉണ്ട് വിചാരിച്ചോ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ആപ്പിൾസ് ആണ്. ഓരോ ആപ്പിളിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 1 കിലോ എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര ആപ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയും. നമ്മൾ പറയും 20 കിലോ ഡിവൈഡഡ് ബൈ ഒരു ആപ്പിളിൻ്റെ കിലോ അല്ലേ? എന്ന് വെച്ചാൽ 1 കിലോ. അപ്പോൾ ടോട്ടൽ എത്ര ആപ്പിൾസ് ഉണ്ട്? 20 ആപ്പിൾസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതേ പരിപാടിയാണ് നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെത്താൻ ഉപയോഗിക്കുക. നമ്മൾ മോളിക്യൂൾസ്, അപ്പോൾ ടോട്ടൽ വെയിറ്റ് 350 gram ഹോൾ ഡിവൈഡഡ് ബൈ ഒരു മോളിക്യൂൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ വെയിറ്റ് അത് എത്രയാണ്? അതെത്രയാണെന്ന് വെച്ചാൽ 100. ബിക്കോസ് നമ്മളിത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് തന്നെ നോക്കുക, 100 ഉണ്ടാവും. 40 + 12 + 48 100 ഉണ്ട്.
100 ഇൻറ്റു അതിൻ്റെ യു ആണ് അല്ലേ, ബിക്കോസ് അതിൻ്റെ വെയിറ്റ് യുവിനെ നമുക്ക് ഇനി മാറ്റിയിട്ട് ഗ്രാമിലേക്ക് മാറ്റണം. ഗ്രാമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ഉത്തരം കിട്ടും, നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി, അത് അറ്റോമിസിറ്റിയോട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. ബിക്കോസ് ഒരു മോളിക്യൂൾ ഇതിൽ എത്ര ഉണ്ട്, 5 ആറ്റം. ഇവിടെ നമ്മൾ മോൾ കോൺസെപ്റ്റ് ഉപയോഗിക്കാണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എത്രയും സുഖമാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് യൂണിറ്ററി മെത്തേഡ് ഇല്ലാണ്ട് അല്ലേ, നമുക്ക് നമ്മൾ ആപ്പിളിൻ്റെ മെത്തേഡ്. അപ്പോൾ 180 ഗ്രാം H2O സാമ്പിളിൽ എത്ര ഇതുണ്ട്, അപ്പോൾ 180 നമ്മൾ 180 ഡിവൈഡ് ബൈ ഒരു H2O മോളിക്യൂളിൻ്റെ വെയിറ്റ്. അങ്ങനെ H2O എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്, 18 ഇൻറ്റു യു, റൈറ്റ്. യു എന്ന് പറഞ്ഞാൽ 1.6 മൈനസ് 24, അത് അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ ആണ് അല്ലേ. അപ്പോൾ ഇത് എൻ എന്ന് എഴുതിക്കൂടെ, റൈറ്റ്. എന്നിട്ട് ഇത് 10, അപ്പോൾ 10 എൻ എന്ന് പറയാൻ പറ്റും. എന്ത് മോളിക്യൂൾസ് ആണ് 10 എൻ, നമ്മൾ വേണ്ടുന്ന ആറ്റംസ് ആണ്. അപ്പം മോളിക്യൂൾസ് ഇൻറ്റു 3 ബിക്കോസ് 2 + 1 3, അപ്പോൾ 30 എന്നെയാണ് ഉത്തരം. കേട്ടാ എങ്ങനെ കിട്ടി. ഇനി അടുത്ത ദിവസം നോക്കിക്കോ, ഫൈൻഡ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് പ്രസന്റ് ഇൻ 36 ഗ്രാം ഓഫ് H. അപ്പോൾ 36 ഗ്രാം ഓഫ് H2 ഉണ്ട്. ശരി, 36 ഗ്രാം. അപ്പോൾ നമുക്ക് എന്താ ന്യൂക്ലിയോൺസ് ആണ് കേട്ടോ ഇനി കണ്ടെത്താൻ പറയുന്നത്, ന്യൂക്ലിയോൺസ്. അത് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, ആദ്യം മോളിക്യൂൾസ് കണ്ടെത്താം. 36 ഗ്രാമിൽ അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ വെയിറ്റ് എത്രയാണ്, ഒരു മോളിക്യൂളിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കേ 18 യുന്നേ, അത് യുടെ റെസ്പ്രോക്കൽ എൻ എ. അപ്പോൾ ഇത് നമുക്ക് 2 കിട്ടും, അപ്പോൾ 2 എൻ എ കിട്ടി. ഇത് എത്ര നമ്പർ ഓഫ് എന്ത്, ഇതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി. നമുക്കൊരു കാര്യം ന്യൂക്ലിയോൺസ് ആണ് എത്താൻ പറയുന്നത് അല്ലേ, ന്യൂക്ലിയോൺസ്. അപ്പോൾ നമുക്കറിയാം ഒരു മോളിക്യൂൾ H2O എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്, ഒരു മോളിക്യൂൾ H2O എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്. ഹൈഡ്രജന് 2 പ്രോട്ടോൺ ഉണ്ട്, ബിക്കോസ് 2 ഹൈഡ്രജനോട് 2 പ്രോട്ടോൺ 2, പ്ലസ് ഓക്സിജന് 16 ഉണ്ട് ന്യൂക്ലിയോൺസ്. അപ്പോൾ 16 + 2 18. അപ്പം ഒരു വെള്ളത്തിൽ എത്ര ഉണ്ട്, ഒരു മോളിക്യൂൾ വെള്ളത്തിൽ 18 ന്യൂക്ലിയോൺസ് ഉണ്ട്. ഇവിടെ നമുക്ക് 2 Na മോളിക്യൂൾസ് ഉണ്ട്. സോ 2 Na ഇൻറ്റു നമുക്ക് പറയാൻ പറ്റും 18 എന്ന്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും 36 Na എന്തുണ്ട് ന്യൂക്ലിയോൺസ് ടോട്ടലായിട്ട് ഈ പറഞ്ഞ 36 ഗ്രാം H2O സാമ്പിളിലുണ്ട്. അടുത്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടി ചെയ്ത് നോക്കാം. CaCO3ൻ്റെ കേസ്, അത് അടുത്ത രണ്ടാമത്തെ കേസ്. ഓക്കെ, ഇവിടെ അതെന്താണ്, നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോളിക്യൂൾസ് 36 ഡിവൈഡ് ബൈ ഒരു കാൽഷ്യം കാർബണേറ്റ് മാസ് എത്രയാണ്, 100 യു 1/u എന്ന് പറഞ്ഞാൽ Na. ഇത് 0.36 ആയി. ശരി, 0.36 Na ആണ്. ഓക്കെ, ഇത് നമ്മൾ എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്യും, അറ്റോമിസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അറ്റോമിസിറ്റി മൾട്ടിപ്ലൈ ചെയ്യാത്തത് കാരണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മോളിക്യൂളിൻ്റെ കൺസെപ്റ്റ് വെക്കും. ഒരു മോളിക്യൂളിൽ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്, 100 ന്യൂക്ലിയോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ട്, 0.36 Na മോളിക്യൂൾസിൽ. അത് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ബിക്കോസ് ന്യൂക്ലിയോൺസ് ആണ് നടത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 36 Na കിട്ടി. ഓക്കെ, അപ്പോൾ രണ്ടും ഒരേ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് തന്നെ കിട്ടി. ഓഹോ, അത് ഒരു കാര്യം ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ന്യൂക്ലിയോൺസ് കംപ്ലീറ്റ്ലി യൂണിവേഴ്സലാണ്, എല്ലായിടത്തുള്ള ന്യൂക്ലിയോൺസ് സെയിം ആണ്. പക്ഷേ ഒരുത്തൻ്റെ മാസ് കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓൻ്റെ ന്യൂക്ലിയോൺസിന് വെയിറ്റ് കൂടുതലാണെന്നല്ല, അവൻ്റെ അടുത്ത് കൂടുതൽ ന്യൂക്ലിയോൺസ് ഉണ്ട്, അവൻ്റെ ബോഡിയിൽ കൂടുതൽ ന്യൂക്ലിയോൺസ് ഉള്ളത് കൊണ്ടാണ് മൂപ്പർക്ക് കൂടുതൽ വെയിറ്റ് ഉള്ളത്. അങ്ങനെയാണ് സമയത്ത് നമ്മൾ ഈ ലോകത്തിൽ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളുണ്ട്, ഡിഫറൻറ്റ് സാധനങ്ങൾ. ആ രണ്ടിനും ഒരേ വെയിറ്റ് ആണെങ്കിൽ, ഇവിടെ നോക്കി നോക്കൂ, രണ്ടും 36 ഗ്രാംസ് ഒരേ വെയിറ്റുള്ള സാധനമാണെങ്കിൽ രണ്ടിനും ഒരേ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാൻ. ചിലപ്പോൾ ഒരേ നമ്പർ ഓഫ് ആറ്റംസ് ആവണമെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരേ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഡെഫിനറ്റ്ലി ആയിരിക്കും ഫോർ സെയിം വെയിറ്റ് സബ്സ്റ്റൻസ്. നമ്മുടെ അടുത്ത് ഇതുപോലെ ഗ്രാംസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അകത്തൊക്കെ എത്ര ന്യൂക്ലിയോൺസ് കണ്ടെത്താൻ പറയും, ന്യൂക്ലിയോൺസ് നോട്ട് ദി പോയിന്റ് ന്യൂക്ലിയോൺസ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഗ്രാമിനെ മാറ്റം എന്നെ ഇടാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ട്രിക്ക് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ശരി. അതേപോലെ ഇറസ്പെക്റ്റീവ് ഓഫ് ദി നെയിം ആൻഡ് സാമ്പിൾ ഇഫ് ദി വെയിറ്റ്സ് ആർ സെയിം, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിൻ്റാണ്. രണ്ട് സെയിം വെയിറ്റുള്ള സാധനങ്ങളാണ്, അവരുടെ അടുത്തുള്ള ന്യൂക്ലിയോൺസ് സെയിം ആയിരിക്കും. അത്രേ ഉള്ളൂ, സുഖം. ഇവിടെ 100 ഗ്രാം H2O. ഓക്കെ, ഇത് സാധനങ്ങൾ ഞാൻ പറഞ്ഞു. ഇതുപോലെ നമ്മൾ ന്യൂക്ലിയോൺസ് നടത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാം മാറ്റ എൻ ഇടാം, അന്നേരം നമുക്ക് ന്യൂക്ലിയോൺസ് കിട്ടും. ഗ്രാം മാറ്റ എൻ ഇടാം, എല്ലാത്തിനും ഒരേ ഗ്രാംസ് ആയതുകൊണ്ട് എല്ലാത്തിനും ഒരേ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിലാണ് നമ്മൾ മോൾസ് വെച്ച് ചെയ്യുന്ന പിള്ളേരും അതേപോലെ നമ്മൾ ഇപ്പം പഠിച്ച ഈ മെത്തേഡിലൂടെയും വ്യത്യാസം. മോൾസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണി ചിലപ്പം പാളും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, 1200 U ഓഫ് ദി He ആറ്റം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റം. മോൾസ് വെച്ച് ചെയ്യുന്നത് ഗിവൺ മാസ് എന്ന് വെച്ചാൽ 1200 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും, യുടെ വാല്യൂ കൊടുക്കും, ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. ഹീലിയത്തിൻ്റെ 4 ആണല്ലോ, അപ്പോൾ 4 എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മോൾ കിട്ടും, എന്നിട്ട് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എന്ത് ചെയ്യും, അവഗാഡ്രോ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമുക്ക് മോളിക്യൂൾസ് കിട്ടത്തുള്ളൂ അല്ലേ. ഇപ്പോൾ മോളിക്യൂൾസ് H എന്ന് പറഞ്ഞാൽ ഒറ്റക്കുള്ള സാധനം, അപ്പോൾ ആറ്റംസിനെ ഡയറക്റ്റ് കിട്ടാൻ, ബിക്കോസ് അറ്റോമിസിറ്റി 1 തന്നെയാണ്, റൈറ്റ്. ഇപ്പോൾ നമുക്ക് ഇത്രയും ആറ്റംസ് കിട്ടി. ഈ പറഞ്ഞ സാധനം, ഈ ടേം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി ഒരാവശ്യം വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം പറഞ്ഞ യൂണിറ്ററി മെത്തേഡാണോ അല്ലെങ്കിൽ എന്താ 1200 U. അപ്പോൾ നമ്മുടെ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ 1200 U ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ
ഒരു ഹീലിയത്തിൻ്റെ മാസ് അത് എത്രയാണ്? ഒരു ഹീലിയത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അത് 4u ആണല്ലോ. യു ക്യാൻസലായി. അപ്പോൾ ടോട്ടൽ 300 ഒറ്റയടിക്ക് കിട്ടിയില്ലേ? കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പറയാം, ഒരു ഹീലിയം ആറ്റത്തിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് 4u ആണ്. അങ്ങനെ ആകുമ്പോൾ 1200u ആവുന്ന സമയത്ത് എത്ര ഹീലിയം ആറ്റംസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1200 ÷ 4 എന്ന് പറഞ്ഞാൽ വീണ്ടും 300. ഇതാണ് യൂണിറ്ററി മെത്തേഡ്. ഇത് തന്നെയാണ് ഇവിടെയും വർക്കാവുന്നത്. സോ നമ്മൾ സാർ പറഞ്ഞ മെത്തേഡല്ലേ ബെറ്റർ ചില സ്ഥലത്ത്, അത് തന്നെ. പക്ഷേ മോൾസിൻ്റെയും ആവശ്യമുണ്ട്. അത് അടുത്ത് വരുന്ന ക്ലാസ്സസിൽ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ.